യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, 25 നോമ്പിലെ 14-ാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വചനമായ ദൈവം മാംസം ധരിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കൂടുതലായിട്ട് വചനം പറയാനും വചനം മനഃപ്പാഠമാക്കാനും വചനം ഹൃദയത്തിൽ സ്വീകരിക്കാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവവചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇന്ന് സത്കൃത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടി, അവനവൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു ജപമാല ചൊല്ലി കാഴ്ചവെക്കുക. നമുക്കറിയാം, ജപമാല എന്ന് പറയുന്നത് ദൈവവചനങ്ങളാൽ കോർത്തിണക്കിയതാണ്. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ദൈവവചനമാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ദൈവവചനമാണ്. ഈ വചനം ജപമാല ചൊല്ലി ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിലൊരു വിശുദ്ധീകരണം സംഭവിക്കും. ഇന്ന് സത്കൃത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് ഒരു ജപമാല ചൊല്ലി കാഴ്ചവെക്കുക. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ക്രിസ്തുമസിനായിട്ട് നന്നായിട്ട് ഒരുങ്ങാനുള്ള കൃപ ലഭിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.